ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫുജൈറയിൽ വ്യോമ പ്രതിരോധ സേന ഒരു ഡ്രോൺ വിജയകരമായി തടഞ്ഞതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായതായി ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സംഭവം നിയന്ത്രണ വിധേയമാക്കാൻ ഫുജൈറ സിവിൽ ഡിഫൻസ് ടീമുകൾ നിലവിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രാ സംവിധാനം പിൻവലിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം കനക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ച രക്ഷിതാക്കൾ വിഷയത്തിൽ എംബസി വഴിയും മറ്റ് മാർഗങ്ങളിലൂടെയും പരാതി നൽകാനിരിക്കുകയാണ്. ഇതിനിടെ സ്കൂൾ മോണിറ്റേർഡ് സേഫ്റ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിനെതിരെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മുൻ ചെയർമാനും സംവിധാനം പ്രാബല്യത്തിൽ വരുത്തിയ കാലത്തെ അംഗം കൂടിയായ വിൽസൺ ജോർജും രംഗത്തെത്തി. സ്കൂൾ നടപടി വളരെ നിർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കുട്ടികളുടെ ഗതാഗത സുരക്ഷയിൽ സ്കൂളിന്റെ പങ്കാളിത്തത്തിനായി പോരാടിയ മുൻ രക്ഷിതാക്കളിൽ ഒരാളെന്ന നിലയിലും ഇന്ത്യൻ സ്കൂളുകളിൽ സുരക്ഷിത ഗതാഗതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ബോർഡ് അംഗം എന്ന നിലയിലും സ്കൂൾ നിയന്ത്രിത സുരക്ഷാ ഗതാഗത സംവിധാനം നിർത്തലാക്കാനുള്ള തീരുമാനം വളരെയധികം ദുഃഖിപ്പിക്കുന്നു എന്ന് വിൻസെന്റ് ജോർജ് അഭിപ്രായപ്പെട്ടു. മുൻകാലങ്ങളിൽ കുട്ടികളെ സ്കൂളിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നതിനിടയിലുണ്ടായ അപകടങ്ങളും മറ്റുമായിരുന്നു വിദ്യാർത്ഥികളുടെ ഗതാഗതത്തിൽ സ്കൂൾ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം രക്ഷിതാക്കൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം. രക്ഷിതാക്കൾ, അധ്യാപകർ, മാനേജ്മെന്റ്, മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ ഒരു വർഷത്തെ നിസ്വാർത്ഥ പരിശ്രമത്തിന്റെ ഫലമായി 2015 ഒമാനിലെ നിരവധി ഇന്ത്യൻ സ്കൂളുകളിൽ സ്കൂളുകളുടെ നിയന്ത്രിത ഗതാഗത സംവിധാനം ആരംഭിക്കാൻ കഴിഞ്ഞു. വാഹനങ്ങൾ, ഡ്രൈവർമാർക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ, വാഹനങ്ങളുടെ പതിവ് പരിശോധന, ക്യാമറകൾ അവതരിപ്പിക്കൽ, IVMS സംവിധാനങ്ങൾ, ഡ്രൈവർ സുരക്ഷാ പരിശീലനം, ഡ്രൈവർ പെരുമാറ്റ നിരീക്ഷണം തുടങ്ങി നിരവധി സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ ഗതാഗതത്തിൽ സുരക്ഷ ഗണ്യമായി മെച്ചപ്പെട്ടു. സ്കൂൾ നിരീക്ഷണത്തിലുള്ള ഗതാഗതം ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാത്രമല്ല, സ്കൂൾ സംവിധാനത്തിന് പുറത്തുള്ള സ്വകാര്യ ഗതാഗത കമ്പനികൾക്കും സ്കൂൾ സുരക്ഷാ ഗതാഗതത്തിന് സമാനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉയർത്താൻ നിർബന്ധിതരായി. ഇത് കുട്ടികളുടെ ഗതാഗത സുരക്ഷയുടെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തി. ഇപ്പോൾ സ്കൂളിന്റെ നിയന്ത്രണം പിൻവലിക്കപ്പെട്ടതിനാൽ ഇത് മുഴുവൻ ഗതാഗത കമ്പനികളെയും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ നിന്നും പിന്നോട്ടു പോകാൻ അനുവദിക്കുമെന്നും വിൽസൺ ജോർജ് പറഞ്ഞു. ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് പെർഫോമൻസ് ഡെവലപ്മെന്റ് യൂണിറ്റ് മേധാവി, ഒമാൻ ന്യൂസ് ഏജൻസി, പത്രങ്ങൾ, ഒമാനി റേഡിയോ സ്റ്റേഷനുകൾ എന്നിവയുടെ എഡിറ്റർ ഇൻ ചീഫുമായി വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ ഒമാന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും മന്ത്രി വിശദീകരിച്ചു. ഒമാന്റെ സ്ഥാപിത സമീപനത്തിന് അനുസൃതമായി സത്യസന്ധത, വസ്തുനിഷ്ഠത, ഉയർന്ന പ്രൊഫഷണലിസം, ഉത്തരവാദിത്തം എന്നിവയോടെ ഈ സംഭവ വികാസങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം വിദേശകാര്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഒരു കക്ഷിയെയും വ്രണപ്പെടുത്താതെ, അതിശോക്തിയോ സംഭവ അവഗണനയോ ഇല്ലാതെ സംഭവങ്ങളിൽ ആത്മവിശ്വാസത്തോടെയും കാര്യക്ഷമമായും കവറേജ് നൽകിയതിനും ഒമാനി മാധ്യമ പ്രവർത്തകരെ മന്ത്രി പ്രശംസിച്ചു. സാമൂഹികവും മതപരവുമായ ആഘോഷ സമയത്ത് വെടിയുതിർക്കുന്നതിനെതിരെ റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ആചാരം രാജ്യത്തിന്റെ ആയുധ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നു എന്നും പൊതുസുരക്ഷയ്ക്ക് കാര്യമായ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നു എന്നും ആരോപി പറഞ്ഞു. പൊതു അവബോധ സന്ദേശത്തിൽ ആഘോഷങ്ങൾ, ഒത്തുചേരലുകൾ, മറ്റു പരിപാടികൾക്കിടയിൽ സന്തോഷസൂചകമായി വെടിയുതിർക്കുന്നത് റോയൽ ഡിക്രി നമ്പർ 36/90 പ്രകാരം ഒമാന്റെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നു എന്നും പോലീസ് പറഞ്ഞു. സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാനും നിയമം പാലിക്കാനും റോയൽ ഒമാൻ പോലീസ് പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഇന്ധന വിതരണ ശൃംഖല സുസ്ഥിരമാണെന്നും മുഴുവൻ ഗവർണറേറ്റുകളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണെന്നും ഊർജ്ജ ധാതു മന്ത്രാലയം വ്യക്തമാക്കി. സലാല തുറമുഖത്ത് നടന്ന ഡ്രോൺ ആക്രമണം ഒമാനിലുടനീളമുള്ള ഇന്ധന വിതരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ഇന്ധന വിതരണത്തിന്റെ തുടർച്ചയെ ഇത് ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സാധാരണ അളവിൽ ലഭ്യമാണെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു.
മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലിലേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു. സ്ഥിരീകരിച്ച വിമാന ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർ, സാധുവായ എയർപോർട്ട് ആക്സസ് പെർമിറ്റ് ഉള്ള വ്യക്തികൾ എന്നിവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. വിമാനത്താവളത്തിന്റെ എളുപ്പമായ പ്രവർത്തനത്തിനും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായാണ് ഈ നടപടിയെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സോഹർ വിലായത്തിൽ 2 ഡ്രോണുകൾ തകർന്നു വീണതായി സുരക്ഷാ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൽഹവായി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഡ്രോൺ തകർന്നു വീണ് 2 പ്രവാസികൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊന്ന് തുറന്ന സ്ഥലത്ത് തകർന്നു വീണതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. 2 സംഭവങ്ങളിലും അധികൃതർ അന്വേഷണം തുടരുകയാണ്. ചിത്രങ്ങളും കിംവദന്തികളും പങ്കിടുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം വിവരങ്ങൾ നേടുന്നതിലും പൗരന്മാരുടെയും താമസക്കാരുടെയും അവബോധത്തെയും സഹകരണത്തെയും അധികൃതർ അഭിനന്ദിച്ചു. ഒമാനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും അധികൃതർ ഉറപ്പു നൽകി. അതേസമയം സംഭവത്തിൽ മരണപ്പെട്ട 2 പേരും ഇന്ത്യക്കാരാണെന്നും അവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് സംസാരിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ പറഞ്ഞു. പരിക്കേറ്റ 11 പേരിൽ 10 പേർ ഇന്ത്യക്കാരാണ്. ഇവരിൽ 5 പേർക്ക് ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജും നൽകിയിട്ടുണ്ട്. മറ്റ് 5 പേർ പ്രാദേശിക ആശുപത്രികളിൽ ചികിത്സയിലാണ്. അവരിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ഡ്രോൺ വെടിവെച്ചിട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ആളപായമോ പരിക്കോ മറ്റ് നാശനഷ്ടങ്ങളോ വരുത്താതെ തന്നെ വെടിവെച്ചിട്ടതായി ഔദ്യോഗിക സ്രോതസ് അറിയിച്ചു. ഒമാന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ എല്ലാ മേഖലകളിലും ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ദുബായ് ഭരണകൂടം പ്രവാസികൾക്കായി ഷെയർഡ് ഹൗസിംഗ് നിയമം നടപ്പിലാക്കുന്നു. ഇനി മുതൽ ഓരോ മുറിയിലും എത്ര പേർക്ക് താമസിക്കാം എന്നതിന് കൃത്യമായ പരിധിയുണ്ടാകും. നേരത്തെ ഇത് സംബന്ധിച്ച് ചില അറിയിപ്പുകൾ നൽകിയിരുന്നു എങ്കിലും ഒരു വലിയ വിഭാഗം ആളുകൾ ഇത് പാലിക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഇതോടെ സാധാരണക്കാരായ തൊഴിലാളികൾ ഒരു മുറിയിൽ തിങ്ങിപ്പാർക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും. ഏറ്റവും വലിയ മാറ്റം എന്നത് വാടക കരാറുകളിലെ സുതാര്യതയാണ്. നേരത്തെ ബെഡ് സ്പേസുകൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സബ്ലീസ് കരാറുകൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്മാർട്ട് പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. ഇതോടെ അനധികൃതമായി വാടക ഈടാക്കുന്ന മാഫിയകളിൽ നിന്നും പ്രവാസികൾക്ക് വലിയൊരു സംരക്ഷണം ലഭിക്കും. താമസക്കാരുടെ എണ്ണം ഇവിടെ നിയന്ത്രിക്കപ്പെടുന്നതോടെ ശുചിത്വവും സുരക്ഷയും വർദ്ധിക്കും. പ്രത്യേകിച്ച് അഗ്നിബാധ പോലെയുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിലൂടെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താവുകയാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.